ആൻഡ്രോയിഡ് ഫോൺ ഉപയോക്താക്കൾക്കുള്ള സേഫ് ആപ്പ് നിർദ്ദേശങ്ങളെക്കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ ഇനി പറയുന്നവ പഠിക്കും. സേഫ് ആപ്പിന്റെ ഇൻസ്റ്റലേഷൻ. ആപ്പിൽ ഹെൽത്ത് സ്പോക്കൺ ട്യൂട്ടോറിയൽ ക്വിസുകൾ എടുക്കുന്നു. നമുക്ക് തുടങ്ങാം. സേഫ് ആപ്പ് എന്നാൽ സ്മാർട്ട് ഒതന്റിക്കേറ്റഡ് ഫാസ്റ്റ് എക്സാംസ് ആപ്പ് എന്നാണ് അർത്ഥമാക്കുന്നത്. സേഫ് ആപ്പിൽ പേപ്പറില്ലാതെ തട്ടിപ്പുകളില്ലാത്ത പരീക്ഷകൾ നടത്താം. ഇത് മാനുവൽ മൂല്യനിർണ്ണയത്തിന്റെ മടുപ്പിക്കുന്ന പ്രക്രിയയെ ഇല്ലാതാക്കുന്നു. ഇത് വിദ്യാർത്ഥികളെ അവരുടെ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ച് ക്ലാസ് മുറിയിൽ ക്വിസ് എടുക്കാൻ അനുവദിക്കുന്നു. ആൻഡ്രോയിഡ് ഫോണുകൾക്കും ഐഫോണുകൾക്കും സേഫ് ആപ്പ് ലഭ്യമാണ്. ആൻഡ്രോയിഡ് ഫോണുകളിൽ ആപ്പ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമ്മൾ പഠിക്കും. സേഫ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ ഫോൺ ഭാഷ ഇംഗ്ലീഷിലേക്ക് സെറ്റ് ചെയ്യുക. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്ക് പോവുക. സേഫ് ആപ്പിനായി തിരയുക. തിരയൽ ഫലങ്ങളിൽ നിങ്ങൾ സേഫ് ആപ്പ് ലോഗോ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ സേഫ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആപ്പിലെ ഹെൽത്ത് സ്പോക്കൺ ട്യൂട്ടോറിയൽ ക്വിസസ് എങ്ങനെ എടുക്കാമെന്ന് നമുക്ക് പഠിക്കാം. സേഫ് ആപ്പ് ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് ലോഗിൻ പേജ് കാണാം. നിങ്ങളുടെ ട്രെയിനർ നിങ്ങൾക്ക് ഇമെയിൽ ഐഡിയും പാസ്കോഡും നൽകും. ഉദാഹരണത്തിന് ഇമെയിൽ ഐഡി ഇതായിരിക്കും. പാസ്കോഡ് ഇതായിരിക്കും. ഇമെയിൽ ഐഡി എന്നെഴുതിയിരിക്കുന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഇമെയിൽ ഐഡി ടൈപ്പ് ചെയ്യുക. പാസ്കോഡ് എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ പാസ്കോഡ് ടൈപ്പ് ചെയ്യുക. ഓർക്കുക, നിങ്ങളുടെ പാസ്കോഡ് കേസ് സെൻസിറ്റീവ് ആണ്. പാസ്കോഡിലെ വലിയ അക്ഷരങ്ങളും ചെറിയ അക്ഷരങ്ങളും ശരിയായി ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ഇമെയിൽ ഐഡിയും പാസ്കോഡും ടൈപ്പ് ചെയ്ത ശേഷം ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കോഴ്സസ് പേജ് കാണാം. കോഴ്സിന്റെ പേരിൽ ക്ലിക്ക് ചെയ്യുക. ഉദാഹരണത്തിന് ഇവിടെ കോഴ്സിന്റെ പേര് ഇംഗ്ലീഷ് HST എന്നാണ്. ക്വിസസ് പേജ് കാണാം. നിങ്ങളുടെ ട്രെയിനർ ക്വിസ് ഐഡിയോ ക്വിസിന്റെ പേരോ നൽകും. ഉദാഹരണത്തിന് ക്വിസ് ഐഡി ഇംഗ്ലീഷ് HST.jp അല്ലെങ്കിൽ ക്വിസിന്റെ പേര് 1 പ്രാക്ടീസ് ക്വിസ് ആണ്. നൽകിയിരിക്കുന്ന ക്വിസ് ഐഡി അല്ലെങ്കിൽ ക്വിസ് നെയിം എഴുതിയിരിക്കുന്ന ഒരു ക്വിസ് ബോക്സ് നിങ്ങൾ കാണും. ക്വിസ് ബോക്സിന്റെ താഴെ വലത് കോണിൽ അത് ഡൗൺലോഡ് ചെയ്തതായി നിങ്ങൾക്ക് കാണാം. ചിലപ്പോൾ ക്വിസ് സ്വയമേവ ഡൗൺലോഡ് ചെയ്തേക്കില്ല. തുടർന്ന് ക്വിസ് ബോക്സിന്റെ മുകളിൽ വലത് കോണിലുള്ള ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ബട്ടൺ സ്റ്റാർട്ട് എന്നതിലേക്ക് മാറും. സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. അനുമതികൾക്കായി നിങ്ങൾ ഒരു പോപ്പപ്പ് കാണും. ഗ്രാൻഡ് ഓൾ ക്ലിക്ക് ചെയ്യുക. അനുമതികൾക്കായി നിങ്ങൾ മറ്റ് പോപ്പപ്പുകൾ കണ്ടേക്കാം. നിങ്ങളുടെ ഫോണിൽ സേഫ് ആപ്പ് സുഗമമായി പ്രവർത്തിക്കുന്നതിന് നിങ്ങൾ എല്ലാ അനുമതികളും നൽകണം. നിങ്ങളുടെ ഫോണിന്റെ സെറ്റിംഗ്സ് പേജിൽ നിന്ന് ചില അനുമതികൾ നൽകാനും നിങ്ങളോട് ആവശ്യപ്പെട്ടേക്കാം. എല്ലാ അനുമതികളും നൽകിയ ശേഷം സേഫ് ആപ്പിലേക്ക് മടങ്ങുക. ക്വിസ് ഡീറ്റെയിൽസ് പോപ്പപ്പ് കാണും. ക്വിസിനുള്ള പാസ്വേഡ് നിങ്ങളുടെ ട്രെയിനർ നൽകും. പാസ്വേഡ് ഫോർ ക്വിസ് എന്നെഴുതിയിരിക്കുന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ട്രെയിനർ നൽകുന്ന ക്വിസിന്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. വലിയ അക്ഷരങ്ങളും ചെറിയ അക്ഷരങ്ങളും കൃത്യമായി ടൈപ്പ് ചെയ്യാൻ മറക്കരുത്. സ്റ്റാർട്ട് ക്വിസ് ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ടിംഗ് ക്വിസ് പേജ് കാണും. പേജിന്റെ മുകളിൽ ക്വിസ് ഇൻ പ്രോഗ്രസ് എന്ന അറിയിപ്പും നിങ്ങൾക്ക് ലഭിക്കും.
നിങ്ങൾ ക്വിസ് സമർപ്പിക്കുന്നതുവരെ ആപ്പിൽ നിന്ന് പുറത്തു പോകരുതെന്ന് ഓർമ്മിപ്പിക്കാനാണ് ഇത്. ആപ്പ് വിടുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻസ്ട്രക്ടർക്ക് നിങ്ങളുടെ ഫലത്തിൽ ഒരു OOF ഫ്ലാഗ് കാണാം. OOF എന്നത് ഒരു സെക്യൂരിറ്റി ഫ്ലാഗ് ആണ്. അതിനർത്ഥം ഔട്ട് ഓഫ് ഫോക്കസ് എന്നാണ്. 10 സെക്കൻഡിൽ കൂടുതൽ ആപ്പിൽ നിന്ന് മാറിയാൽ അത് നിങ്ങളുടെ റിസൾട്ടിൽ കാണിക്കും. ഈ ഫ്ലാഗ് നിങ്ങളുടെ റിസൾട്ടിലും വന്നാൽ നിങ്ങളുടെ അവസാന മാർക്ക് 0 മാറും. അതുപോലെ തന്നെയുള്ള മറ്റു ഫ്ലാഗുകളും ഉണ്ട്. L ആണ് ലൊക്കേഷൻ ഫ്ലാഗ്. പരീക്ഷാ വേദിക്ക് പുറത്ത് നിങ്ങൾ ക്വിസ് എടുക്കുമ്പോഴുള്ളതാണ് ഇത്. T ടൈമിംഗ് ഫ്ലാഗ് ആണ്. സമർപ്പിക്കൽ സമയപരിധിക്കുള്ളിൽ നിങ്ങൾ ക്വിസ് സമർപ്പിക്കാതിരിക്കുമ്പോഴാണ് ഇത്. NS സബ്മിഷൻ ഫ്ലാഗുകളുടെ എണ്ണമാണ്. ഒരേ ഐഡിയിൽ നിന്നുള്ള ഒന്നിലധികം സബ്മിഷനുകൾ 5 സെക്കൻഡ് കൊണ്ട് വേർതിരിച്ചിരിക്കുന്നു. ഇതിനർത്ഥം അവരവരുടെ പ്രത്യേക ID ഉപയോഗിച്ച് ക്വിസ് എടുക്കണം എന്നാണ്. ക്വിസ് എടുക്കാൻ മറ്റാരും നിങ്ങളുടെ ID ഉപയോഗിക്കരുത്. NQ എന്നത് ക്വിസ് ഡൗൺലോഡ് ഫ്ലാഗുകളുടെ എണ്ണമാണ്. ഏതെങ്കിലും ക്വിസ് ഒന്നിലധികം തവണ ഡൗൺലോഡ് ചെയ്യുന്നതിനാണ് ഇത്. ഷെഡ്യൂൾ ചെയ്ത തീയതിയിലും സമയത്തും മാത്രം നിങ്ങൾ ക്വിസ് ഡൗൺലോഡ് ചെയ്ത് ആരംഭിക്കണം. ഫോൺ കോൾ സ്വീകരിക്കുന്നതിനുള്ള ഫ്ലാഗ് ആണ് PCR. ഒരു ക്വിസ് സമയത്ത് ഒരു ഫോൺ കോൾ സ്വീകരിക്കുന്നതിനാണ് ഇത്. DD എന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഡിവൈസ് ഫ്ലാഗ് ആണ്. ഒരേ ഡിവൈസിൽ വിവിധ ഐഡികൾ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇത്. നാവിഗേറ്റ് ടു ക്വസ്റ്റ്യൻ പേജ് കാണാം. ഈ പേജിലെ ആദ്യ ചോദ്യത്തിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ചോദ്യം 1 കാണാം. ഹെൽത്ത് സ്പോക്കൺ ട്യൂട്ടോറിയൽ ക്വിസുകളിലെ ചോദ്യങ്ങൾ ഒരേ ടൈപ്പാണ്. അവയെല്ലാം സിംഗിൾ കറക്റ്റ് ആൻസർ ടൈപ്പ് ചോദ്യങ്ങളാണ്. അത്തരം ചോദ്യങ്ങൾക്ക് ഓപ്ഷനുകളുടെ പട്ടികയിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ ആ ഓപ്ഷന് നൽകിയിരിക്കുന്ന സർക്കിളിൽ ക്ലിക്ക് ചെയ്യുക. ചോദ്യത്തിന് ഉത്തരം നൽകിയ ശേഷം അടുത്ത ചോദ്യത്തിനുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യുക. ക്വിസ് സമയത്ത് ഏത് സമയത്തും നിങ്ങൾക്ക് ഏത് ചോദ്യത്തിലേക്കും പോകാം. പേജിന്റെ താഴെ വലത് കോണിലുള്ള നെക്സ്റ്റ് ആരോയിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. അത് നിങ്ങളെ അടുത്ത ചോദ്യത്തിലേക്ക് കൊണ്ടുപോകും. പ്രീവിയസ് ആരോ മുൻപത്തെ ചോദ്യത്തിലേക്ക് പോവുക എന്നതാണ്. നിങ്ങൾ തെറ്റായ ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് അത് മാറ്റാം. ശരിയായ ഓപ്ഷൻ ഉള്ള സർക്കിളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ക്വിസ് സബ്മിറ്റ് ചെയ്യാൻ ബാക്കിയുള്ള സമയം പേജിന്റെ മുകളിൽ കാണിച്ചിരിക്കുന്നു. അത് 0-ലെത്തിയാൽ ക്വിസ് സ്വയമേവ സബ്മിറ്റ് ചെയ്യപ്പെടും. ഓരോ ചോദ്യത്തിന്റെയും മാർക്കുകൾ ചോദ്യത്തിന്റെ മുകളിൽ വലത് കോണിൽ കാണിച്ചിരിക്കുന്നു. ഓരോ ചോദ്യത്തിനും നെഗറ്റീവ് മാർക്ക് ഉണ്ടെന്ന് ഓർക്കുക. ചിലപ്പോൾ ഒരു ചോദ്യത്തിനുള്ള ശരിയായ ഉത്തരം നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം. അതിനാൽ ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ നിങ്ങൾ ആഗ്രഹിച്ചേക്കില്ല. എന്നിരുന്നാലും ആ ചോദ്യത്തിന് നിങ്ങൾ ഇതിനകം ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തിരിക്കാം. ഇങ്ങനെയുള്ള സമയത്ത് ക്ലിയർ ഓപ്ഷൻസ് ബട്ടൺ ഉപയോഗിക്കാം. പേജിന്റെ താഴെ വലതുവശത്തുള്ള സർക്കിളിൽ ക്ലിക്ക് ചെയ്യുക. ഇത് നിങ്ങൾക്ക് 3 ഓപ്ഷനുകൾ നൽകും: കാൽക്കുലേറ്റർ, മാർക്ക് ഫോർ റിവ്യൂ, ക്ലിയർ ഓപ്ഷൻസ് എന്നിവ. ഒരു ചോദ്യത്തിനുള്ള നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് മായ്ക്കാൻ ക്ലിയർ ഓപ്ഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയ ശേഷം നിങ്ങൾ ക്വിസ് സബ്മിറ്റ് ചെയ്യണം. പേജിന്റെ മുകളിൽ വലതുവശത്തുള്ള സബ്മിറ്റ് ക്വിസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ക്വിസ് സമർപ്പിക്കണോ എന്ന് ചോദിക്കുന്ന ഒരു പോപ്പപ്പ് നിങ്ങൾ കാണും. യെസ് ക്ലിക്ക് ചെയ്യുക. ക്വിസ് കംപ്ലീറ്റഡ് പേജ് കാണും. സബ്മിഷൻ സ്റ്റാറ്റസ് പച്ച നിറത്തിൽ സബ്മിറ്റഡ് എന്ന് കാണും. നിങ്ങൾ അത് കാണുന്നില്ലെങ്കിൽ ദയവായി നിങ്ങളുടെ ട്രെയിനറെ ബന്ധപ്പെടുക.
ബാക്ക് ടു മെയിൻ സ്ക്രീൻ ക്ലിക്ക് ചെയ്യുക. കോഴ്സുകൾ പേജ് വീണ്ടും കാണും. ഇത് ഈ ട്യൂട്ടോറിയലിന്റെ അവസാനത്തിലേക്ക് നമ്മെ എത്തിക്കുന്നു. കണ്ടതിന് നന്ദി.